ഒരു തുള്ളി എണ്ണ പോലുമില്ലാതെ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും എണ്ണമയമില്ലാതെ കായ വറുത്തതും കഴിച്ചാൽ എങ്ങനെയിരിക്കും? പക്ഷേ റീലുകളിലും പരസ്യങ്ങളിലും കാണുന്നത് പോലെ കേക്കും ബിസ്ക്കറ്റും പഴംപൊരിയും ഒക്കെ എയർ ഫ്രൈയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ എയർ ഫ്രയർ വാങ്ങി പണം കളയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അപകടങ്ങളും പരിമിതികളുമുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഇന്ന് നമ്മൾ വിപണിയിലെ ബെസ്റ്റ് ബ്രാൻഡുകളായ ഫിലിപ്പ്, പ്രസ്റ്റീജ്, ക്രോംപ്ടൺ, ബ്ലൂബെറി, പിജിയോൺ എന്നിവയുടെ കംപ്ലീറ്റ് ഗൈഡും എയർ ഫ്രയറിന്റെ യഥാർത്ഥ സത്യങ്ങളുമാണ് നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡിയോമന ടെക്. ഐ എം ഡിയോൺസ്. ആദ്യം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് നോക്കാം. ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഒന്നാമതായിട്ട് 80% എണ്ണ കുറയ്ക്കാം. നമ്മൾ സാധാരണ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ഭക്ഷണം പഠിച്ചിരുന്ന എണ്ണയുടെ 80% വരെ എയർ ഫ്രയറിൽ കുറയ്ക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ പ്രതിദിന കലോറി ഇൻടേക്ക് പകുതിയായി കുറയ്ക്കും. ഹൃദയത്തിന്റെ ആരോഗ്യവും വെയിറ്റ് ലോസും, കൊളസ്ട്രോൾ, BP പ്രശ്നമുള്ളവർക്കും വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്നവർക്കും ടേസ്റ്റ് ഉപേക്ഷിക്കാതെ തന്നെ പ്രിയപ്പെട്ട വിഭവങ്ങൾ കഴിക്കാം. നമ്മുടെ കേരളത്തിലെ കടുത്ത വേനൽക്കാലത്ത് ഗ്യാസ് സ്റ്റൗവിന് മുന്നിൽ നിന്ന് വിയർപ്പൊഴുക്കാതെ വളരെ എളുപ്പത്തിൽ സമയം സെറ്റ് ചെയ്ത് കുക്കിംഗ് നടത്താം. ഓവൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വേഗത്തിൽ ചൂടാവുന്നത് കൊണ്ട് കറണ്ട് ഉപഭോഗം വളരെ കുറവാണ്. നല്ല കാര്യങ്ങളായിട്ട് വരുന്നത് ആരോഗ്യകരമായ ഭക്ഷണ രീതിക്ക് ഏറ്റവും മികച്ചതാണ്. എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം. നോൺ സ്റ്റിക് ബാസ്ക്കറ്റ് ഡിഷ് വാഷ് സേഫ് ആണ്. സമയം ലാഭിക്കാം. ഓട്ടോ കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. ഇനി നമ്മൾ നോക്കുന്നത് എയർ ഫ്രയറിൽ പെർഫെക്റ്റ് ആയി ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളും അവയ്ക്ക് വേണ്ട സമയവുമാണ്. ഫസ്റ്റ്, ചിക്കൻ ഐറ്റംസ്. സമയം 15 മുതൽ 20 മിനിറ്റ് വരെ. 180 ഡിഗ്രി സെൽഷ്യസ് മുതൽ 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കേണ്ടത്. ചിക്കൻ വിക്സ്, നെക്സ്, ബാർബിക് ചിക്കൻ എന്നിവ എണ്ണയിലേത് പുറംഭാഗം നന്നായി മുരിഞ്ഞും ഉള്ളിൽ ജ്യൂസിയായും കിട്ടും. ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ സീ ഫുഡ് ചെയ്യാനായിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് സമയം മതി. 180 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാം. അല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീനിന്റെ നേച്ചുറൽ ഫ്ലേവർ നഷ്ടപ്പെടാതെ ഡ്രൈ ആവാതെ വറുത്തെടുക്കാം. മൂന്നാമത്, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസും പൊട്ടറ്റോ വെഡ്ജസും. അതിന് 15 മുതൽ 18 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു 200 ഡിഗ്രി സെൽഷ്യസ് വെച്ചാൽ മതി. കുട്ടികൾക്ക് വളരെ കുറഞ്ഞ കലോറിയിൽ നല്ല ക്രിസ്പി ഫ്രൈസ് തയ്യാറാക്കി നൽകാം. നാലാമത് വരുന്നത് റോസ്റ്റഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രോസ്റ്റഡ് സ്നാക്സ്. 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം. 160 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വെച്ചാൽ മതി. ബ്രോക്കോളി, പനീർ, കാപ്സിക്കം എന്നിവയും ഫ്രോസൺ സമോസയും സ്പ്രിംഗ് റോൾസും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ഇത് റെഡിയാക്കാം. അപ്പോൾ വിഭവങ്ങൾ കണ്ടല്ലോ. ഇനി എല്ലാവരും ഒളിപ്പിച്ചു വെക്കുന്ന എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റാത്ത 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, കേക്കുകളും പാസ്ട്രികളും. എയർ ഫ്രയറിലെ ഹീറ്റിംഗ് ഓയിൽ ബാസ്ക്കറ്റിന് തൊട്ടു മുകളിലാണ്. ശക്തമായ കാറ്റും ചൂടും മുകളിൽ നിന്നും നേരിട്ടടിക്കുന്നതിനാൽ കേക്കിന്റെ മുകൾ ഭാഗം പെട്ടെന്ന് കരിയുകയും മധ്യഭാഗം വേവാതെ പച്ചയായിരിക്കുകയും ചെയ്യും. ചില ട്രിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എയർ ഫ്രയറിലും നല്ല കേക്കുകൾ ഉണ്ടാക്കാം. ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസ് ആണ് വെക്കുന്നെങ്കിൽ എയർ ഫ്രയറിൽ 150 ഡിഗ്രി സെൽഷ്യസ് മുതൽ 160 ഡിഗ്രി വരെ മാത്രം വെക്കുക. ആദ്യത്തെ 10 മുതൽ 15 മിനിറ്റ് വരെ കേക്ക് ടിന്നിന്റെ മുകൾ ഭാഗം അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. അവസാനത്തെ 5 മിനിറ്റ് മാത്രം ഫോയിൽ മാറ്റാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ബാസ്ക്കറ്റ് വെക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്, ലിക്വിഡ് ബാറ്റർ ഉള്ള വിഭവങ്ങൾ. പഴംപൊരി, ബജ്ജി, കടലമാവിൽ മുക്കിയ മീൻ എന്നിവ ഇതിൽ വറുക്കാൻ പറ്റില്ല. എയർ ഫ്ലോ കാരണം ലിക്വിഡ് മാവ് താഴേക്ക് ഒഴുകി പോവുകയും പുകയുകയും ചെയ്യും. മൂന്നാമത്തെ, ഇലക്കറികൾ. ചീരയോ മറ്റിലകളോ ഇട്ടാൽ ഭാരം കുറവായതിനാൽ കാറ്റിൽ പറന്ന് ചൂടുള്ള കോയിലിൽ തട്ടി കരിഞ്ഞു പോകും. നാലാമത്തെ, അൺകവേർഡ് ചീസ്. മുകളിൽ തുറന്ന രീതിയിൽ ചീസ് വിതറിയാൽ അത് ഉരുകുന്നതിന് മുമ്പ് തന്നെ കാറ്റിൽ പറന്ന് കോയിലിൽ ഒട്ടിപ്പോകും. അഞ്ചാമത്തെ, അരിയും പാസ്തയും. വെള്ളത്തിൽ തിളപ്പിച്ച് വേവിക്കേണ്ട വിഭവങ്ങൾ ഡ്രൈ ആയി ചൂടാക്കുന്ന എയർ ഫ്രയറിൽ നേരിട്ടുണ്ടാക്കാൻ കഴിയില്ല. അന്നജം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചുള്ള, അതായത് കിഴങ്ങുവർഗ്ഗങ്ങൾ, റൊട്ടി എന്നിവ അമിതമായി ഉയർന്ന ചൂടിൽ ദീർഘനേരം വെക്കുമ്പോൾ എക്രിലാമിഡ് പോലുള്ള ചില ദോഷകരമായ സംയുക്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അമിതമായി കരിയിച്ച് ഉപയോഗിക്കരുത്. ഇനി നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായ എയർ ഫ്രയർ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് നോക്കാം. ഒരു 4 അംഗ കുടുംബത്തിന് 4.1 ലിറ്റർ മുതൽ 5.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള മോഡലുകളാണ് ബെസ്റ്റ്. വിപണിയിലെ മികച്ച ബ്രാൻഡുകൾ. ഫിലിപ്സ് എയർ ഫ്രയറുകളിലെ രാജാവ് എന്ന് വിളിക്കാം. ഇവരുടെ റാപ്പിഡ് എയർ ടെക്നോളജിയും ബിൽഡ് ക്വാളിറ്റിയും പീക്കിലാണ്. പ്രൈസ് റേഞ്ച് ഒരു 4000 മുതൽ 10000 പ്ലസ് വരെ വരും. ദീർഘകാല ഈട് ആഗ്രഹിക്കുന്നവർക്ക് ഫിലിപ്സ് തന്നെയാണ് ബെസ്റ്റ്.
രണ്ടാമത്തെ ബ്രാൻഡ് പറയുന്നത് പ്രസ്റ്റിജ് ആണ്. മികച്ച ഇന്ത്യൻ ബ്രാൻഡാണ്. 4.5 ലിറ്റർ മുതൽ 6.5 ലിറ്റർ വരെ കപ്പാസിറ്റി ലഭിക്കും. പ്രൈസ് റേഞ്ച് പറയുന്നത് 4000 മുതൽ 12,000 വരെ. മൂന്നാമത് പിജിയോൺ ആൻഡ് ബ്ലൂബെറി 3000 മുതൽ 5000 റേഞ്ചിൽ തിരഞ്ഞെടുക്കാവുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനുകളാണ് ഉള്ളത്. ഇനി എയർ ഫ്രയറിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ചില ഫീച്ചറുകൾ. കൃത്യമായി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഡിജിറ്റൽ ടച്ച് പാനൽ, പാചകം എളുപ്പമാക്കാൻ പ്രീസെറ്റ് മെനു, ബാസ്ക്കറ്റ് തുറക്കാതെ നോക്കാൻ ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഉള്ള മോഡലുകൾ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. സാധാരണ കുടുംബത്തിന് അനുയോജ്യമായ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് 4.1 ലിറ്റർ മുതൽ 5.5 ലിറ്റർ വരെയാണ്. ഇതിന്റെ പവർ വാട്ട്സ് എന്ന് പറയുന്നത് 1400 വാട്ട്സ് മുതൽ 1500 വാട്ട്സ് വരെ മതി. അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് റാപ്പിഡ് എയർ ടെക്നോളജിയാണ്. 360 ഡിഗ്രി സെൽഷ്യസിൽ എയർ സർക്കുലേഷൻ ആണ് ഇത് നടക്കുന്നത്. സാധാരണ എയർ ഫ്രയറിൽ ഉണ്ടാവുന്ന പ്രീസെറ്റ്സ് എന്ന് പറയുന്നത് ഫിഷ്, ചിക്കൻ, ഫ്രൈസ്. എന്നാൽ കേക്കും പേസ്ട്രിയുമാണ് പ്രധാന ആവശ്യമെങ്കിൽ എയർ ഫ്രയറിന് പകരം ഒരു OTG വാങ്ങിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിപൂർവമായ തീരുമാനം. നിങ്ങളുടെ വീട്ടിൽ ഏത് എയർ ഫ്രയർ ആണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി പരാജയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൃത്യമായ ടെക് റിവ്യൂകൾക്കായി അടുത്ത മികച്ചൊരു ടെക് വീഡിയോയുമായി കാണാം. ബൈ.